ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഇൻ ബിസിനസ്സിലെ 20ാമത്തെ ചാപ്റ്ററാണ്, ക്രിയേറ്റിംഗ് ബിസിനസ് സ്പ്രെഡ്ഷീറ്റ്. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൻ്റെ ലേണിംഗ് ഒബ്ജക്റ്റീവ്സ് ആദ്യം നമുക്ക് നോക്കാം. ആദ്യമായിട്ട് അണ്ടർസ്റ്റാൻഡ് ദ റോൾ ഓഫ് സ്പ്രെഡ്ഷീറ്റ് ഇൻ ബിസിനസ് ഡിസിഷൻ മേക്കിംഗ്. ബിസിനസ്സിൽ തീരുമാനങ്ങൾ എടുക്കാൻ സ്പ്രെഡ്ഷീറ്റിൻ്റെ റോൾ എന്താണെന്നുള്ളത് മനസ്സിലാക്കുക. അതുപോലെ തന്നെ ക്രിയേറ്റ് ലോൺ ആൻഡ് ലീസ് റീപേയ്മെൻറ്റ് ഷെഡ്യൂൾ. നമ്മളൊരു ബിസിനസ്സിലേക്ക് ഒരു ലോണോ അല്ലെങ്കിൽ ലീസോ ഒക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ റീപേയ്മെൻറ്റ് ഷെഡ്യൂൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളത്, എക്സൽ ത്രൂ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളത് മനസ്സിലാക്കുക. അതുപോലെ തന്നെ യൂസ് PMT ഫംഗ്ഷൻ. ലോൺ കാൽക്കുലേഷന് വേണ്ടിയിട്ട് PMT ഫംഗ്ഷൻ എങ്ങനെയാണ് എക്സലിൽ യൂസ് ചെയ്യുക എന്നുള്ളത് മനസ്സിലാക്കുക. അതുപോലെ തന്നെ ഫിനാൻഷ്യൽ റേഷ്യോ അനാലിസിസ് എക്സലിൽ എങ്ങനെ പെർഫോം ചെയ്യുക എന്നുള്ളത് മനസ്സിലാക്കുക. അടുത്ത് കാൽക്കുലേറ്റ് ലിക്വിഡിറ്റി, ലിവറേജ്, പ്രോഫിറ്റബിലിറ്റി ആൻഡ് ടേൺ ഓവർ റേഷ്യോസ്. ഒരു കമ്പനിയുടെ ലിക്വിഡിറ്റി റേഷ്യോസ്, ലിവറേജ്, പ്രോഫിറ്റബിലിറ്റി ആൻഡ് ടേൺ ഓവർ റേഷ്യോസ് ഒക്കെ എക്സൽ ഉപയോഗിച്ച് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളത് മനസ്സിലാക്കുക. അതുപോലെ തന്നെ ഓട്ടോമേറ്റഡ് ആയിട്ട് പേറോൾ എങ്ങനെ ഓട്ടോമേറ്റഡ് ആയിട്ട് പേറോൾ എക്സൽ ഉപയോഗിച്ച് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളത് മനസ്സിലാക്കുക. അതുപോലെ തന്നെ എക്സലിൽ VLOOKUP, ഈഫ്, റൗണ്ട് ഫംഗ്ഷനൊക്കെ നമ്മൾ പേറോൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ എവിടെയാണ് യൂസ് ചെയ്യുക എന്നുള്ളത് മനസ്സിലാക്കുക. അതുപോലെ തന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് അപ്രൈസൽ മെത്തേഡുകളായ NPV, നെറ്റ് പ്രസൻറ്റ് വാല്യൂ, IRR ഇതുപോലത്തെ മെത്തേഡുകളെ കുറിച്ച് മനസ്സിലാക്കുക. പിന്നെ അസറ്റിൻ്റെ ഡിപ്രിസിയേഷൻ, സ്ട്രെയിറ്റ് ലൈൻ ഡിപ്രിസിയേഷൻ, ഡബിൾ ഡിക്ലൈനിങ് ബാലൻസിങ്, ഇതുപോലത്തെ അസറ്റിൻ്റെ ഡിപ്രിസിയേഷൻ മെത്തേഡ്സ് എക്സലിൽ എങ്ങനെ ചെയ്യാമെന്നുള്ളത് മനസ്സിലാക്കുക. അതുപോലെ തന്നെ ഫൈനാൻഷ്യൽ അനാലിസിസിന് എങ്ങനെയാണ് ഒരു ബിസിനസ് സ്പ്രെഡ്ഷീറ്റ് ബിൽഡ് ചെയ്യുക എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ബിസിനസ്സിലെ ഇത്രയും കാര്യങ്ങൾ പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എക്സൽ എങ്ങനെ യൂസ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു ചാപ്റ്ററിൽ കാര്യമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യമായിട്ടൊരു ഇൻട്രൊഡക്ഷൻ എന്നുള്ളതിൽ നമുക്കറിയാം ബിസിനസ്സിൽ ഒരുപാട് ഡാറ്റാസ് അവൈലബിൾ ആയിരിക്കും. ഫിനാൻഷ്യൽ ഡാറ്റയും നോൺ ഫൈനാൻഷ്യൽ ഡാറ്റയും ബിസിനസ്സിൽ അവൈലബിൾ ആയിരിക്കും. ഈ ഡാറ്റ വളരെ എഫക്റ്റീവായിട്ട് ഓർഗനൈസ് ചെയ്ത്, അനലൈസ് ചെയ്ത്, ആക്യുറേറ്റ് ആയിട്ട് പ്രസൻറ്റ് ചെയ്താൽ മാത്രമേ ബിസിനസ്സിന് യൂസ്ഫുൾ ആയിട്ടുള്ള രീതിയിൽ ആ ഒരു ഡാറ്റ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. എക്സൽ സ്പ്രെഡ്ഷീറ്റ് ഈ ഒരു പർപ്പസിന് വേണ്ടിയിട്ടാണ് ബിസിനസ് കാര്യമായിട്ട് എക്സൽ സ്പ്രെഡ്ഷീറ്റ് ഉപയോഗിക്കുന്നത്. എക്സൽ സ്പ്രെഡ്ഷീറ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ബിസിനസ്സിലെ കാൽക്കുലേഷൻസ് നമുക്ക് ഓട്ടോമേറ്റ് ചെയ്യാനും എറേഴ്സ് കുറക്കാനും അതുപോലെ തന്നെ ഡിസിഷൻ മേക്കിങ്ങിനെ സപ്പോർട്ട് ചെയ്യാനും എക്സൽ ഉപയോഗിക്കുന്നുണ്ട്. ബിസിനസ്സിൽ വൈഡായിട്ട് എക്സൽ യൂസ് ചെയ്യുന്നത് ഒന്ന് ലോൺ മാനേജ്മെൻറ്റ്, അതുപോലെ തന്നെ പേറോൾ പ്രോസസ്സിങ്ങിന് വേണ്ടിയിട്ട്, അതുപോലെ തന്നെ ഫൈനാൻഷ്യൽ അനാലിസിസ്, ക്യാപിറ്റൽ ബഡ്ജറ്റിങ്, ഡിപ്രിസിയേഷൻ അക്കൗണ്ടിങ്, ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്, അതിന് വേണ്ടിയിട്ടാണ് ബിസിനസ്സിൽ സ്പ്രെഡ്ഷീറ്റ് വൈഡായിട്ട് യൂസ് ചെയ്യുന്നത്. ആദ്യമായിട്ട് നമുക്ക് ലോൺ ആൻഡ് ലീസ് റീപേയ്മെൻറ്റ് ഷെഡ്യൂൾ സ്റ്റേറ്റ്മെൻറ്റ് എന്താണെന്ന് നോക്കാം. നമുക്കറിയാം എന്താണ് ലോൺ അല്ലെങ്കിൽ ലീസ്. ലോൺ പറഞ്ഞാൽ നമുക്കറിയാം നമ്മളെ കമ്പനി കടമായിട്ട് ബാങ്കിൽ നിന്നോ അല്ലെങ്കിൽ മറ്റ് ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നോ പണം വാങ്ങിയിട്ടുണ്ടെങ്കിൽ അതിനാണ് ലോൺ എന്ന് പറയാം. ഈ ലോൺ വാങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ മന്ത്ലി അത് റീപേയ്മെൻറ്റ് നടത്തേണ്ടി വരും. മന്ത്ലി റീപേയ്മെൻറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ കടം വാങ്ങിയ എമൗണ്ടിൻ്റെ റീപേയ്മെൻറ്റും അതുപോലെ തന്നെ ഒരു ഇൻട്രസ്റ്റ് എമൗണ്ട് ഉണ്ടാവും. ആ ഇൻട്രസ്റ്റ് എമൗണ്ടിൻ്റെ റീപേയ്മെൻറ്റും കൂടെ നമ്മൾ മന്ത്ലി നടത്തേണ്ടി വരും. ഇതേ കേസ് തന്നെയാണ് ലീസിനുണ്ടാവുക. നമ്മളൊരു അസറ്റ് ലീസിന് അല്ലെങ്കിൽ വാടകയ്ക്ക് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മന്ത്ലി ഒരു പേയ്മെൻറ്റ് നമ്മൾ ആരെന്നാണോ അസറ്റ് എടുത്തിട്ടുള്ളത് അവർക്ക് പേയ്മെൻ്റ് ആയിട്ട് കൊടുക്കേണ്ടി വരും. ഈ ലീസും അതുപോലെ തന്നെ ലോണിൻ്റെയും റീപേയ്മെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എക്സൽ ഉപയോഗിക്കാൻ പറ്റും. ഒരു ലോൺ റീപേയ്മെൻറ്റ് ഷെഡ്യൂൾ എന്തൊക്കെ ഉണ്ടാവുന്ന ഇൻസ്റ്റാൾമെൻറ്റ് നമ്പർ, എത്രാമത്തെ ഇൻസ്റ്റാൾമെൻ്റ് ആണ് നമ്മൾ അടക്കുന്നത്, എത്രയാണ് ലോണിൻ്റെ ടോട്ടൽ ഓപ്പണിംഗ് ബാലൻസ്, എത്രയാണ് ഇൻട്രസ്റ്റ് എമൗണ്ട്, എത്രയാണ് പ്രിൻസിപ്പൽ എമൗണ്ട് നമ്മൾ റീപേയ്മെൻറ്റ് നടത്തുന്നത്. നമ്മൾ റീപേയ്മെൻറ്റ് നടത്തുന്നതിൽ പ്രിൻസിപ്പൽ എമൗണ്ട് എത്രയാണ്, അതുപോലെ തന്നെ ഇൻട്രസ്റ്റ് എമൗണ്ട് എത്രയാണ്, ഇൻസ്റ്റാൾമെൻറ്റ് എമൗണ്ട് എത്രയാണ്, ക്ലോസിംഗ് ബാലൻസ് എത്രയാണ്, ഇനി ലോണിൽ എത്ര എമൗണ്ട് ആണ് ബാക്കിയുള്ളത്. ഇങ്ങനത്തെ കാര്യങ്ങളാണ് ഒരു ലോൺ റീപേയ്മെൻറ്റ് ഷെഡ്യൂൾ ഉണ്ടാവുക. ഇതിൽ ഓരോ കോമ്പൗണ്ട് നോക്കുകയാണെങ്കിൽ ഇൻസ്റ്റാൾമെൻറ്റ് നമ്പർ എന്ന് പറഞ്ഞാൽ നമ്മൾ എത്രാമത്തെ പേയ്മെൻറ്റ് സീക്വൻസ് ആണിത്. നമുക്ക് ചിലപ്പോൾ 100 ഇൻസ്റ്റാൾമെൻറ്റ് അല്ലെങ്കിൽ 50 ഇൻസ്റ്റാൾമെൻ്റ് ആണ് ടോട്ടൽ അടക്കാനുള്ളത്. അതിൽ ഈ ഒരു പേയ്മെൻറ്റ് എത്രാമത്തെ ഇൻസ്റ്റാൾമെൻ്റ് ആണ്. അതുപോലെ തന്നെ ഓപ്പണിംഗ് ബാലൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ ലോണിൽ ഇനി ടോട്ടൽ എത്ര ബാലൻസ് ഉണ്ട്, അതാണ് ഓപ്പണിംഗ് ബാലൻസ്. ഇൻട്രസ്റ്റ് എമൗണ്ട് എന്ന് പറയുമ്പോൾ ആ ബോറോവിങ് കോസ്റ്റ് അല്ലെങ്കിൽ ആ ഒരു ഇൻട്രസ്റ്റ് എന്നുള്ള കാറ്റഗറിയിൽ എത്ര എമൗണ്ട് വന്നിട്ടുണ്ട്, അതാണ് ഇൻട്രസ്റ്റിംഗ് എമൗണ്ട്. പിന്നെ പ്രിൻസിപ്പൽ റീപേയ്മെൻറ്റ്, അതായത് നമ്മളൊരു റീപേയ്മെൻറ്റ് നടത്തുമ്പോൾ, ഒരു ലോണിൻ്റെ റീപേയ്മെൻറ്റ് നടത്തുമ്പോൾ കുറച്ച് എമൗണ്ട് ഇൻട്രസ്റ്റിലേക്ക് പോകും, കുറച്ച് എമൗണ്ട് ആ അസറ്റിൻ്റെ ഒരു ലോണിൻ്റെ റീപേയ്മെൻ്റ് ആയിട്ടും പോകും. ലോണിൻ്റെ റീപേയ്മെൻ്റ് ആയിട്ട് എത്ര എമൗണ്ടാണ് പോവുക. അതുപോലെ തന്നെ ക്ലോസിംഗ് ബാലൻസ്, ഇനി ഈ ഒരു അടവ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഈ ഒരു റീപേയ്മെൻറ്റ് കഴിഞ്ഞാൽ
ലോണിൻ്റെ ക്ലോസിംഗ് ബാലൻസ് എത്രയായിരിക്കും. ഇത്തരം കാര്യങ്ങളാണ് ഒരു ലോൺ റീപേയ്മെൻറ്റ് ഷെഡ്യൂളിൽ ഉണ്ടാവുക. ഇനി അതുപോലെ തന്നെ ലോൺ റീപേയ്മെൻറ്റിൻ്റെ പീരിയോഡിസിറ്റി എന്ന് പറയും. പീരിയോഡിസിറ്റി എന്ന് പറയുമ്പോൾ ഒരു വർഷത്തിൽ എത്ര പ്രാവശ്യമാണ് നമ്മൾ ലോണിൻ്റെ റീപേയ്മെൻറ്റ് നടത്തുന്നത്, അതിനെയാണ് പീരിയോഡിസിറ്റി എന്ന് പറയുന്നത്. നമ്മൾ മന്ത്ലി ലോൺ റീപേയ്മെൻറ്റ് നടത്തുന്നുണ്ടെങ്കിൽ പീരിയോഡിസിറ്റി 12 ആയിരിക്കും. ക്വാർട്ടർലി ആണ്, അതായത് 3 മാസം കൂടുമ്പോഴാണ് നമ്മൾ റീപേയ്മെൻ്റ് എങ്കിൽ 4 ആയിരിക്കും. അതായത് ഒരു വർഷത്തിൽ 4 പേയ്മെൻറ്റാണ് നമ്മൾ നടത്തുന്നത്. ഇനി ഹാഫ് ഇയർലി, അതായത് 6 മാസം കൂടുമ്പോഴാണ് നമ്മൾ പേയ്മെൻറ്റ് നടത്തുന്നതെങ്കിൽ നമ്മൾ പീരിയോഡിസിറ്റി 2 ആയിരിക്കും. ഇയർലി നമുക്ക് ഒറ്റ പേയ്മെൻ്റ് ആണെങ്കിൽ പീരിയോഡിസിറ്റി 1 ആയിരിക്കും. ഇങ്ങനെയാണ് ഇതിനെയാണ് പീരിയോഡിസിറ്റി എന്ന് പറയുക. അതായത് ഒരു വർഷത്തിൽ നമ്മൾ എത്ര പ്രാവശ്യം ആ ലോണിൻ്റെ റീപേയ്മെൻറ്റ് നടത്തുന്നുണ്ട്, അതിനെയാണ് പീരിയോഡിസിറ്റി എന്ന് പറയാം. ഓക്കെ, നമുക്ക് ഈ എക്സലിലുള്ള റീപേയ്മെൻറ്റ് ഷെഡ്യൂൾ, റീപേയ്മെൻറ്റ് എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫംഗ്ഷനാണ് PMT. ഇനി PMT ഫംഗ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് എക്സൽ എങ്ങനെയാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ നോക്കാം. ഇതാണ് അതിൻ്റെ ഒരു എക്സാമ്പിൾ. ഇപ്പോൾ PMT, അതിനുശേഷം നമ്മൾ ഇൻട്രസ്റ്റ് റേറ്റ്, അതിനുശേഷം നെറ്റ് പ്രസൻറ്റ് വാല്യൂ, അതിനുശേഷം നമ്മളെ പ്രിൻസിപ്പൽ വാല്യൂ, അതിനുശേഷം അതിൽ നിന്ന് നമ്മളെ ടോട്ടൽ ലോൺ എമൗണ്ട് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ലോൺ റീപേയ്മെൻറ്റ് വാല്യൂ എത്ര എന്നുള്ളത് കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി ഒരു എക്സലിൽ PMT ഫംഗ്ഷൻ എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളൊരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഇതൊരു ലോൺ ഡീറ്റെയിൽ ആണ്. ഇതിൻ്റെ ടോട്ടൽ ലോൺ എമൗണ്ട് 10 ലക്ഷം രൂപയാണ്. പിന്നെ ആനുവൽ ഇൻട്രസ്റ്റ് റേറ്റ് 12%, ലോൺ പീരീഡ് 5 വർഷം, പേയ്മെൻറ്റ് പെർ ഇയർ 12. ഇത്രയും ഡീറ്റെയിൽ ആണ് ഈ ഒരു ലോണിനെ കുറിച്ച് തന്നിട്ടുള്ളത്. ഇനി നമുക്ക് ഈ ഒരു ലോണിൽ മന്ത്ലി എത്ര റീപേയ്മെൻറ്റ് ചെയ്യണം എന്നുള്ളത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ഈ ലോണിൻ്റെ മന്ത്ലി റീപേയ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ഈ ലോൺ എമൗണ്ടിൻ്റെ ഒരു ഭാഗവും അതുപോലെ തന്നെ ഈ ആനുവൽ ഇൻട്രസ്റ്റ് റേറ്റിൻ്റെ ഒരു ഭാഗവും നമ്മൾ ഓരോ മാസവും പേയ്മെൻറ്റ് നടത്തേണ്ടി വരും. അപ്പോൾ ഇത് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള എക്സൽ ഉപയോഗിക്കുന്ന ഫോർമുലയാണ് PMT. ഈ ഫോർമുല ഉപയോഗിച്ചിട്ടാണ് ഇപ്പോൾ ഇത് കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ളത്. അത് നമ്മൾ PMT അതിനുശേഷം റേറ്റ് നമ്മൾ മന്ത്ലി ആണ് ചെയ്യുന്നത്, അതുകൊണ്ട് മന്ത്ലി റേറ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു എടുത്തുവിടാൻ. അതായത് B3 ആനുവൽ ഇൻട്രസ്റ്റ് ഡിവൈഡഡ് ബൈ B5. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും, ഒരു മാസത്തേക്ക് നമ്മൾ കൊടുക്കേണ്ട ഇൻട്രസ്റ്റ് എത്ര എന്നുള്ളത് കിട്ടും, റേറ്റ് കിട്ടും. ഇൻറ്റു B4 എന്ന് പറയുമ്പോൾ നമ്മളെ ലോൺ എത്ര മാസം ഇനി നമ്മൾ പേയ്മെൻറ്റ് നടത്തണം, അതാണ് ഈ NPER എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് എത്ര പീരീഡിലേക്ക് നമ്മൾ പേയ്മെൻറ്റ് നടത്തണം. പിന്നെ മൈനസ് നമ്മൾ പ്രസൻറ്റ് വാല്യൂ എത്ര എന്നുള്ളത്, അതിനുശേഷം നമ്മൾ ഫ്യൂച്ചർ വാല്യൂവും പേയ്മെൻറ്റ് ടൈപ്പും കൂടെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് PMT എന്നുള്ള ഫംഗ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ മന്ത്ലി എത്ര ഇൻസ്റ്റാൾമെൻറ്റ് നമ്മൾ അടക്കണം എന്നുള്ളത് നമുക്കറിയാൻ പറ്റും. ഞാൻ ഈ കാൽക്കുലേഷൻ ഒന്ന് കാണിച്ചു തരാം. നമ്മൾ ആദ്യം പറഞ്ഞു കഴിഞ്ഞാൽ ഏത് ഫോർമുല എക്സൽ ഉപയോഗിക്കണം എന്നുണ്ടെങ്കിലും അതും ഈക്വൽ സിമ്പലാണ് ഉപയോഗിക്കേണ്ടത്. അതിനുശേഷം PMT. ഇനി ആദ്യം നമ്മൾ റേറ്റ് എടുക്കുക, 12 ഡിവൈഡഡ് ബൈ ഈ 12%. അതായത് ഒരു മാസത്തിൽ 1% നമുക്ക് പേയ്മെൻറ്റ് വരിക. ഇനി അതിനുശേഷം ലോൺ പീരിയഡ്, നമുക്ക് എത്ര മാസം ടോട്ടൽ ലോൺ പീരിയഡ് ഉണ്ട് എന്നുള്ളതാണ് ലോൺ പീരിയഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് നമ്മൾ 5 വർഷം ഇൻറ്റു ഓരോ വർഷത്തിലും 12 മാസം, അപ്പോൾ 12. ഇനി പ്രസൻറ്റ് വാല്യൂ നമ്മൾ മൈനസ് ഇട്ടിട്ട് ഈ പ്രസൻറ്റ് വാല്യൂ ലോൺ എമൗണ്ട് എടുക്കുക. അതിനുശേഷം നമ്മൾ ഫ്യൂച്ചർ വാല്യൂ നമ്മൾ 0 കൊടുക്കാം, ടൈപ്പും നമ്മൾ 0 എന്നുള്ളത് സെലക്ട് ചെയ്തു. അതിനുശേഷം നമ്മൾ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ നമുക്ക് ഈ ഒരു വാല്യൂ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു ലോൺ കമ്പനി ക്ലോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 22,244 രൂപ 5 വർഷത്തേക്ക് എല്ലാ മാസവും നമ്മൾ അടച്ചു കഴിഞ്ഞാലാണ് ഈ ഒരു ലോണും അതിൻ്റെ ഇൻട്രസ്റ്റും കൂടെ ക്ലോസ് ആവുള്ളൂ. അപ്പോൾ ഇത് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് PMT എന്നുള്ള ഫംഗ്ഷൻ എക്സലിൽ ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇനി അടുത്തതായിട്ട് ഫിനാൻഷ്യൽ റേഷ്യോ അനാലിസിസ് നമ്മൾ എക്സൽ എങ്ങനെ ചെയ്യാൻ നോക്കാം. അത് നമുക്ക് എക്സലിലേക്ക് പോകുന്നതിന് മുന്നായിട്ട് നമുക്ക് എന്താണ് ഫിനാൻഷ്യൽ റേഷ്യോ അനാലിസിസ് എന്നുള്ള ആദ്യം മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മൾ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്തതിന് ശേഷം നമ്മൾ ചെയ്യുന്ന വേരിയസ് ടൈപ്പ് ഓഫ് അനാലിസിസ് ഉണ്ട്. കമ്പനീൻ്റെ ഫൈനാൻഷ്യൽ ഹെൽത്ത്, ഫൈനാൻഷ്യൽ കണ്ടീഷൻസ് ഒക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന അനാലിസിസ് ആണ് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് റേഷ്യോ അനാലിസിസ്. ഇത് നമ്മൾ കാര്യമായിട്ട് മെഷർ ചെയ്യുന്ന നമ്മളെ ലിക്വിഡിറ്റി റേഷ്യോ, ലിവറേജ് റേഷ്യോ, പ്രോഫിറ്റബിലിറ്റി റേഷ്യോ, ആക്ടിവിറ്റീസ് റേഷ്യോ, ഇങ്ങനെ 4 കാറ്റഗറി ഓഫ് റേഷ്യോ ആണ് ഒരു ഫൈനാൻഷ്യൽ റേഷ്യോ അനാലിസിസിൽ കാര്യമായിട്ടുള്ളത്.
ലിക്വിഡിറ്റി റേഷ്യോ എന്ന് പറയുമ്പോൾ കമ്പനീൻ്റെ ഷോർട്ട് ടേം ലിക്വിഡിറ്റി, അതായത് ഷോർട്ട് ടേം ആയിട്ട് വരുന്ന ലാബിലിറ്റീസ് അല്ലെങ്കിൽ എക്സ്പെൻസസ് മീറ്റ് ചെയ്യാൻ കമ്പനിയിൽ ഫണ്ട് ഉണ്ടോ, അതാണ് ലിക്വിഡിറ്റി മെഷർ ചെയ്യുന്നത്. എന്നാൽ ലീവറേജ് റേഷ്യോ എന്ന് പറയുമ്പോൾ ലോങ് ടേം ആയിട്ട് കമ്പനിക്കുള്ള ലാബിലിറ്റി മീറ്റ് ചെയ്യാനുള്ള അസറ്റ് കമ്പനിയിലുണ്ടോ, അതാണ് ലീവറേജ് റേഷ്യോ മെഷർ ചെയ്യുന്നത്. പ്രോഫിറ്റബിലിറ്റി റേഷ്യോ എന്ന് പറയുമ്പോൾ കമ്പനീൻ്റെ പ്രോഫിറ്റബിലിറ്റി എത്രത്തോളം ബെറ്റർ ആണ്, അതാണ് നമ്മൾ പ്രോഫിറ്റബിലിറ്റി റേഷ്യോസ് മെഷർ ചെയ്യുന്നത്. ഇനി ആക്ടിവിറ്റീസ് റേഷ്യോ എന്ന് പറയുമ്പോൾ കമ്പനി എത്ര എഫക്റ്റീവായിട്ടാണ് കമ്പനീൻ്റെ ഓപ്പറേഷൻസ് അല്ലെങ്കിൽ ആക്ടിവിറ്റീസ് മാനേജ് ചെയ്യുന്നതെന്നുള്ളതാണ് ആക്ടിവിറ്റി റേഷ്യോ മെഷർ ചെയ്യുന്നത്. ഇനി നമുക്ക് ഓരോ കാറ്റഗറി ഓഫ് റേഷ്യോയിലുള്ള ഇമ്പോർട്ടൻറ്റ് റേഷ്യോസ് നോക്കാം. അതായത് കറണ്ട് റേഷ്യോ ഒരു ലിക്വിഡിറ്റി റേഷ്യോ ആണ്. അതായത് കറണ്ട് അസറ്റ് ഡിവൈഡഡ് ബൈ കറണ്ട് ലാബിലിറ്റി. നമ്മൾ കമ്പനിയുടെ ടോട്ടൽ കറണ്ട് അസറ്റ് ഡിവൈഡഡ് ബൈ കറണ്ട് ലാബിലിറ്റി ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ കറണ്ട് റേഷ്യോ കിട്ടും. ഐഡിയൽ കറണ്ട് റേഷ്യോ എന്നുള്ളത് 2:1 ആണ്. അതായത് ഒരു കറണ്ട് ലാബിലിറ്റി ഉണ്ടെങ്കിൽ കമ്പനിയിൽ 2 കറണ്ട് അസറ്റ്, $2 അല്ലെങ്കിൽ ₹2 കറണ്ട് അസറ്റ് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് ഐഡിയൽ റേഷ്യോ. ഇനി ക്വിക്ക് റേഷ്യോ എന്ന് പറയുമ്പോൾ ക്വിക്ക് അസറ്റ് ഡിവൈഡഡ് ബൈ കറണ്ട് ലാബിലിറ്റീസ്, അതാണ് ക്വിക്ക് റേഷ്യോ. അതായത് ക്വിക്ക് അസറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കറണ്ട് അസറ്റ് മൈനസ് ഇൻവെൻട്രി മൈനസ് പ്രീപെയ്ഡ് എക്സ്പെൻസ് ചെയ്ത് കഴിഞ്ഞാലാണ് നമ്മളെ കമ്പനിയുടെ ടോട്ടൽ ക്വിക്ക് അസറ്റ് കിട്ടുക. അതായത് കറണ്ട് അസറ്റിൽ നിന്ന് ഇൻവെൻട്രിയും പ്രീപെയ്ഡ് എക്സ്പെൻസും കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ക്വിക്ക് അസറ്റ് കിട്ടും. ആ ക്വിക്ക് അസറ്റിനെ കറണ്ട് ലാബിലിറ്റി ആയിട്ട് കമ്പയർ ചെയ്യുന്നതാണ് ക്വിക്ക് റേഷ്യോ. ഐഡിയൽ ക്വിക്ക് റേഷ്യോ എന്നുള്ളത് 1:1 ആണ്. അതായത് ഒരു കറണ്ട് ലാബിലിറ്റിക്ക് അല്ലെങ്കിൽ ₹1 അല്ലെങ്കിൽ $1 കറണ്ട് ലാബിലിറ്റിക്ക് ഈക്വൽ ആയിട്ട് $1 കറണ്ട് അസറ്റ് കമ്പനിയിൽ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് തമ്പ് റൂള്. ഓക്കെ, ഇനി അടുത്തായിട്ട് ലീവറേജ് റേഷ്യോ എന്ന് പറയുമ്പോൾ കമ്പനീൻ്റെ ലോങ് ടേം ഫൈനാൻഷ്യൽ റിസ്ക് ആണ് ലീവറേജ് റേഷ്യോ മെഷർ ചെയ്യുന്നത്. അതായത് അതിലുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റേഷ്യോ ആണ് ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ. അതായത് കമ്പനിയിൽ എത്ര ഡെപ്റ്റ് ഉണ്ട്, എത്ര ഇക്വിറ്റി ഉണ്ട്, ഇത് രണ്ടുമാണ് ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോയിൽ മെഷർ ചെയ്യുന്നത്. അതായത് ലോങ് ടേം ഡെപ്റ്റ് എത്ര, ലോങ് ടേം കമ്പനീൻ്റെ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് അല്ലെങ്കിൽ ഇക്വിറ്റി എത്ര, അതിൻ്റെ ഫോർമുലയാണ് ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോയുടെ ഫോർമുലയാണ് ലോങ് ടേം ഡെപ്റ്റ് ഡിവൈഡഡ് ബൈ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് അല്ലെങ്കിൽ ഇക്വിറ്റി. ഇനി അടുത്തായിട്ട് പ്രോഫിറ്റബിലിറ്റി റേഷ്യോസിൽ മെഷർ ചെയ്യുന്നത് കമ്പനീൻ്റെ പ്രോഫിറ്റബിലിറ്റിയാണ്. അതായത് കമ്പനി എത്രത്തോളം പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. സെയിൽസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കമ്പനി എത്രത്തോളം പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് പ്രോഫിറ്റബിലിറ്റി റേഷ്യോസ് മെഷർ ചെയ്യുന്നത്. അതിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റേഷ്യോ ആണ് ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ. അതായത് ഗ്രോസ് പ്രോഫിറ്റ് എത്ര എന്നുള്ളതും സെയിൽ എത്ര എന്നുള്ളതും കമ്പയർ ചെയ്യുന്നതാണ് ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ. ഇനി നെറ്റ് പ്രോഫിറ്റ് റേഷ്യോ എന്ന് പറയുമ്പോൾ കമ്പനിയുടെ ടോട്ടൽ നെറ്റ് പ്രോഫിറ്റ് എത്ര, കമ്പനിയുടെ ടോട്ടൽ സെയിൽസ് എത്ര, ഇത് രണ്ടുമാണ് കമ്പയർ ചെയ്യുന്നത്. ഇനി ഓപ്പറേറ്റിംഗ് കോസ്റ്റ് റേഷ്യോ, അതായത് കമ്പനിയുടെ ഓപ്പറേറ്റിംഗ് കോസ്റ്റ് സെയിലുമായിട്ട് കമ്പയർ ചെയ്യുന്നതാണ് ഓപ്പറേറ്റിംഗ് കോസ്റ്റ് റേഷ്യോ. ഇനി റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയിഡ്, അതായത് കമ്പനിയിൽ നമ്മൾ ക്യാപിറ്റൽ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്, ആ ഇൻവെസ്റ്റ് ചെയ്ത ക്യാപിറ്റൽ അല്ലെങ്കിൽ ആ മൂലധനത്തിന് എഗെയിൻസ്റ്റ് ആയിട്ട് എത്രത്തോളം റിട്ടേൺ നമുക്ക് കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയിഡ് മെഷർ ചെയ്യുന്നത്. ഇത് 4 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോഫിറ്റബിലിറ്റി റേഷ്യോ. ഇത് മെഷർ ചെയ്യുന്നത് കമ്പനീൻ്റെ പ്രോഫിറ്റബിലിറ്റിയാണ്, എത്ര എഫക്റ്റീവായിട്ടാണ് കമ്പനി പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യുന്നത് എന്നുള്ളതും സെയിൽസ് അല്ലെങ്കിൽ നമ്മളെ ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എത്രത്തോളം പ്രോഫിറ്റ് കമ്പനി ജനറേറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതുമാണ് പ്രോഫിറ്റബിലിറ്റി റേഷ്യോസ് മെഷർ ചെയ്യുന്നത്. ഇനി ആക്ടിവിറ്റി റേഷ്യോ എന്ന് പറയുമ്പോൾ കമ്പനീൻ്റെ ഇൻറ്റേർണൽ ആക്ടിവിറ്റീസ് എത്രത്തോളം എഫക്റ്റീവായിട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അതിനുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റേഷ്യോ ആണ് ഇൻവെൻട്രി ടേൺ ഓവർ റേഷ്യോ, വർക്കിംഗ് ക്യാപിറ്റൽ ടേൺ ഓവർ റേഷ്യോ. ഇതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് റേഷ്യോസ്. ഇൻവെൻട്രി ടേൺ ഓവർ റേഷ്യോ എന്ന് പറയുമ്പോൾ നമ്മൾ സെയിൽസും ടേൺ ഓവറും ഇൻവെൻട്രിയും തമ്മിൽ കമ്പയർ ചെയ്ത് നോക്കണം. നമ്മൾ സെയിൽസ് ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എത്രത്തോളം ഇൻവെൻട്രി കമ്പനിയിൽ കീപ്പ് ചെയ്യുന്നുണ്ട്, അതാണ് ഇൻവെൻട്രി ടേൺ ഓവർ റേഷ്യോ. വർക്കിംഗ് ക്യാപിറ്റൽ ടേൺ ഓവർ റേഷ്യോ എന്ന് പറയുമ്പോൾ നമ്മൾ വർക്കിംഗ് ക്യാപിറ്റൽ കമ്പനിയിൽ എത്രത്തോളം വർക്കിംഗ് ക്യാപിറ്റൽ ഉണ്ട്, അതിന് അഗേൻസ്റ്റ് എത്രത്തോളം സെയിൽ ഉണ്ട്, ഇത് രണ്ടും കമ്പയർ ചെയ്യുന്നതാണ് വർക്കിംഗ് ക്യാപിറ്റൽ റേഷ്യോ. ഇനി റിസീവബിൾ ടേൺ ഓവർ റേഷ്യോ ഉണ്ട്. നമുക്കറിയാം അക്കൗണ്ട് റിസീവബിൾ നമ്മൾ സെയിൽസ് ആയിട്ട് കമ്പയർ ചെയ്യുന്നതാണ് റിസീവബിൾ ടേൺ ഓവർ റേഷ്യോ. ഇങ്ങനെ ബിസിനസ്സിൻ്റെ ആക്ടിവിറ്റി എത്രത്തോളം എഫക്റ്റീവായിട്ട് മാനേജ് ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആക്ടിവിറ്റീസ് റേഷ്യോസ് ഉപയോഗിക്കുന്നത്. ഓക്കെ, നമുക്ക് മൈക്രോസോഫ്റ്റ് എക്സലിലെ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് റേഷ്യോ അനാലിസിസ് ചെയ്തിട്ടുള്ള ഒരു എക്സാമ്പിളാണ് ഞാൻ കാണിക്കുന്നത്. നിങ്ങൾക്ക് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും. ഒരു കമ്പനീൻ്റെ ഒരു ഫൈനാൻഷ്യൽ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. സെയിൽസ് എത്ര, കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്, ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ്, EBIT ഏണിംഗ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ്, നെറ്റ് പ്രോഫിറ്റ് എത്രയാണ്, ഇനി അതുപോലെ തന്നെ കറണ്ട് അസറ്റ്, ഇൻവെൻട്രി, പ്രീപെയ്ഡ് എക്സ്പെൻസസ്,
കറണ്ട് ലാബിലിറ്റി, ലോങ് ടേം ഡെപ്റ്റ്, ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്, ഓപ്പണിംഗ് ഇൻവെൻറ്ററി എത്രയാണ്, ക്ലോസിംഗ് ഇൻവെൻറ്ററി എത്രയാണ്, വർക്കിംഗ് ക്യാപിറ്റൽ എത്രയാണ്, ഇത്ര ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ഡീറ്റെയിൽ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ കമ്പനിയുടെ ലിക്വിഡിറ്റി റേഷ്യോ, ലീവറേജ് റേഷ്യോസ്, പ്രോഫിറ്റബിലിറ്റി റേഷ്യോസ്, അതുപോലത്തെ ആക്ടിവിറ്റി റേഷ്യോസും കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ളതാണ് ഈ കാണിക്കുന്നത്. നമുക്കറിയാം കറണ്ട് റേഷ്യോ, കറണ്ട് അസറ്റ് ഡിവൈഡഡ് ബൈ കറണ്ട് ലാബിലിറ്റിയാണ് കറണ്ട് റേഷ്യോൻ്റെ ഫോർമുല. അപ്പോൾ നമ്മൾ കറണ്ട് അസറ്റിൻ്റെ കോളം സെലക്ട് ചെയ്ത് ഡിവൈഡഡ് ബൈ കറണ്ട് ലാബിലിറ്റി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കറണ്ട് റേഷ്യോ കിട്ടും. ഈക്വൽ കറണ്ട് അസറ്റ് ഡിവൈഡഡ് ബൈ കറണ്ട് ലാബിലിറ്റീസ്. ഇനി ക്യുക്ക് റേഷ്യോ എന്ന് പറയുമ്പോൾ ക്യുക്ക് അസറ്റ് ഡിവൈഡഡ് ബൈ കറണ്ട് ലാബിലിറ്റീസ് ആണ് ക്യുക്ക് റേഷ്യോസ്. ക്യുക്ക് അസറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കറണ്ട് അസറ്റിൽ നിന്ന് ഇൻവെൻട്രിയും പ്രീപെയ്ഡ് എക്സ്പെൻസും ആണ് നമ്മൾ കുറയ്ക്കേണ്ടത്. എന്നിട്ട് അതിനെ കറണ്ട് ലാബിലിറ്റീസ് ആയിട്ട് കമ്പയർ ചെയ്യുന്നതാണ് ക്യുക്ക് റേഷ്യോ. ഇനി അതുപോലെ തന്നെ ലീവറേജ് റേഷ്യോ, ഡെപ്റ്റ് ഡിവൈഡഡ് ബൈ ഇക്വിറ്റി, ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ, ഗ്രോസ് പ്രോഫിറ്റ് അല്ലെങ്കിൽ നെറ്റ് സെയിൽസ് മൈനസ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഗ്രോസ് പ്രോഫിറ്റ് കിട്ടും. ആ ഗ്രോസ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ സെയിൽ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ കിട്ടും. പിന്നെ അതുപോലെ തന്നെ നെറ്റ് പ്രോഫിറ്റ് റേഷ്യോ, നെറ്റ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ സെയിൽസ്, ഓപ്പറേറ്റിംഗ് കോസ്റ്റ് റേഷ്യോ, നമ്മൾ ടോട്ടൽ ഓപ്പറേറ്റിംഗ് കോസ്റ്റ് അതായത് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് പ്ലസ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ടോട്ടൽ ഓപ്പറേറ്റിംഗ് കോസ്റ്റ് കിട്ടും. അതേ ഡിവൈഡഡ് ബൈ നെറ്റ് സെയിൽസ്, അതാണ് ഓപ്പറേറ്റിംഗ് കോസ്റ്റ് റേഷ്യോ. പിന്നെ റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയിഡ്, നമ്മൾ EBIT, ഏർണിംഗ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ്, അതാണ് നമ്മളെ റിട്ടേൺ ഡിവൈഡഡ് ബൈ നമ്മൾ ക്യാപിറ്റൽ എംപ്ലോയിഡ് കാണാൻ നമ്മൾ ഡെപ്റ്റ് പ്ലസ് ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്. കമ്പനിയിലേക്ക് രണ്ട് രീതിയിലാണ് ക്യാപിറ്റൽ വരിക. ഒന്നെങ്കിൽ ഡെപ്റ്റ് കടമായിട്ട്, അല്ലെങ്കിൽ ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഫണ്ടായിട്ട്. ഈ രണ്ട് രീതിയിലാണ് ക്യാപിറ്റൽ വരിക. അത് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയിഡ് കിട്ടും. ഇനി ആക്ടിവിറ്റീസ് റേഷ്യോസ്, ഇൻവെൻട്രി ടേൺ ഓവർ റേഷ്യോ, കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഡിവൈഡഡ് ബൈ ആവറേജ് ഇൻവെൻട്രി. നമ്മൾ ആവറേജ് ഇൻവെൻട്രി കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓപ്പണിംഗ് ഇൻവെൻട്രിയും പ്ലസ് ക്ലോസിംഗ് ഇൻവെൻട്രി ഡിവൈഡഡ് ബൈ 2 ചെയ്ത് കഴിഞ്ഞാൽ അതാണ് ആവറേജ് ഇൻവെൻട്രി. ഇനി വർക്കിംഗ് ക്യാപിറ്റൽ ടേൺ ഓവർ റേഷ്യോ, വർക്കിംഗ് ക്യാപിറ്റൽ ഡിവൈഡഡ് ബൈ സെയിൽസ്, അതാണ് വർക്കിംഗ് ക്യാപിറ്റൽ ടേൺ ഓവർ റേഷ്യോ. ഇതുപോലത്തെ ഫൈനാൻഷ്യൽ അനാലിസിസ് ചെയ്യാൻ നമുക്ക് എക്സൽ വളരെ എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. നമുക്ക് സിമ്പിളായിട്ട് ഓരോ റേഷ്യോസ് കാൽക്കുലേറ്റ് ചെയ്യാനും നമ്മൾ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ നിന്ന് ഈ ഡാറ്റ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഏതൊക്കെ റേഷ്യോസാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് കാൽക്കുലേറ്റ് ചെയ്യാനും. അതുപോലെ തന്നെ അത് പീരിയഡ് ടു പീരിയഡ്, ഇപ്പോൾ കഴിഞ്ഞ വർഷം എൻ്റെ കറണ്ട് റേഷ്യോ എത്ര ആയിരുന്നു, ഈ വർഷം എൻ്റെ കറണ്ട് റേഷ്യോ എത്രയാണ്, അപ്പോൾ ഞാൻ ലിക്വിഡിറ്റി ഇമ്പ്രൂവ് ആവുകയാണോ അതോ എൻ്റെ ലിക്വിഡിറ്റി കുറയുകയാണോ, ഇതുപോലത്തെ അനാലിസിസ് ഒക്കെ നടത്താൻ വേണ്ടിയിട്ട് നമുക്ക് മൈക്രോസോഫ്റ്റ് എക്സൽ ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ, ഇനി അടുത്തതായിട്ട് പേറോൾ സ്റ്റേറ്റ്മെൻറ്റ്. പേറോൾ എന്ന് പറഞ്ഞാൽ എംപ്ലോയീസിൻ്റെ സാലറി അല്ലെങ്കിൽ പേറോൾ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എക്സൽ എവിടെയാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ് ഈ ഒരു ഭാഗത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യമായിട്ട് ഒരാളെ ഗ്രോസ് സാലറി, ഒരാളൊരു കമ്പനിയിൽ വർക്ക് ചെയ്യുമ്പോൾ അയാൾക്ക് കിട്ടുന്ന ഗ്രോസ് സാലറി ടോട്ടൽ അയാൾക്ക് എന്തൊക്കെയാണ് കിട്ടുന്നത്, ബേസിക് പേ ഉണ്ടാവും, അതുപോലെ തന്നെ ട്രാൻസ്പോർട്ട് അലവൻസ് ഉണ്ടാവും, സിറ്റി കോമ്പൻസേഷൻ അലവൻസ് ഉണ്ടാവും, അതുപോലെ തന്നെ ഡിയർനെസ് പേ ഉണ്ടാവും, അതുപോലെ തന്നെ ഡിയർനെസ് അലവൻസ് ഉണ്ടാവും, ഹൗസ് റെൻ്റ് അലവൻസ്. ഇങ്ങനത്തെ ഇതിൻ്റെ ടോട്ടലാണ് ഒരാൾക്ക് ടോട്ടൽ ഗ്രോസ് സാലറി ആയിട്ട് കിട്ടുക. ബേസിക് പേ പറഞ്ഞാൽ എന്തായിരുന്നു, ഒരാൾ ഫിക്സ്ഡ് ആയിട്ട് അയാൾ ഫിക്സ് ചെയ്തിട്ടുള്ള സാലറിയാണ് ബേസിക് പേ. ട്രാൻസ്പോർട്ടേഷൻ അലവൻസ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒരു എംപ്ലോയി ഡെയിലി ട്രാൻസ്പോർട്ട് ചെയ്തിട്ട് അല്ലെങ്കിൽ ഡെയിലി അയാളുടെ വണ്ടിയിൽ അല്ലെങ്കിൽ ട്രാൻസ്പോർട്ട് ചെയ്തിട്ടാണ് കമ്പനിയിലേക്ക് വരുന്നത്. അപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ എക്സ്പെൻസ് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് കമ്പനികൾ കൊടുക്കുന്നതാണ് ട്രാൻസ്പോർട്ടേഷൻ അലവൻസ്. ഇനി സിറ്റി കോമ്പൻസേറ്ററി അലവൻസ്, അതായത് ഒരാൾ സിറ്റിയിലാണ് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് താമസിക്കുന്നത്, നമുക്കറിയാം സിറ്റിയിൽ ലിവിങ് എക്സ്പെൻസ് കൂടുതലായിരിക്കും, അത് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കമ്പനികൾ കൊടുക്കുന്നതാണ് സിറ്റി കോമ്പൻസേറ്ററി അലവൻസ്. പിന്നെ ഡിയർനെസ് പേ, അതായത് ഇൻഫ്ലേഷൻ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരാളുടെ ബേസിക് പേൻ്റെ കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നതാണ് ഡിയർനെസ് പേ. ഡിയർനെസ് അലവൻസ് എന്ന് പറയുമ്പോൾ ഇൻഫ്ലേഷൻ കവർ ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് വിലക്കയറ്റം കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരാൾക്ക് അലവൻസ് ആയിട്ട് കൊടുക്കുന്നതാണ് ഡിയർനെസ് അലവൻസ്. അതുപോലെ തന്നെ ഹൗസ് റെൻ്റ് അലവൻസ്, എംപ്ലോയീസിന് ഹൗസ് റെൻറ്റ് പേ ചെയ്യാൻ വേണ്ടിയിട്ട് കമ്പനീസ് കൊടുക്കുന്ന അലവൻസ് ആണ് ഹൗസ് റെൻറ്റ് അലവൻസ്. ഇനി ഒരു പേറോളിൽ ടോട്ടൽ ഡിഡക്ഷൻസ് വരിക, ഒന്ന് ഇൻകം ടാക്സ് കമ്പനി ഡിഡക്റ്റ് ചെയ്യും, അതുപോലെ തന്നെ പ്രൊവിഡൻറ്റ് ഫണ്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ജനറൽ പ്രൊവിഡൻറ്റ് ഫണ്ടിലേക്കും ഓരോ മാസവും എംപ്ലോയീസിൻ്റെ സാലറിയിൽ നിന്ന് എമൗണ്ട് ഡിഡക്റ്റ് ചെയ്യും. ഇനി ഒരാളുടെ നെറ്റ് സാലറി, അതായത് അയാൾക്ക് കിട്ടുന്ന സാലറി എന്ന് പറയുമ്പോൾ ഗ്രോസ് സാലറി മൈനസ് ടോട്ടൽ ഡിഡക്ഷൻസ്. ഗ്രോസ് സാലറി എന്ന് പറയുമ്പോൾ ഇതെല്ലാം കൂട്ടിയിട്ടുള്ളതാണ് ഒരാളുടെ ബേസിക്, ട്രാൻസ്പോർട്ട് അലവൻസ്, സിറ്റി കോമ്പൻസേറ്ററി അലവൻസ്, ഡിയർനെസ് പേ, ഡിയർനെസ് അലവൻസ്, അതുപോലെ തന്നെ ഹൗസ് റെൻ്റ് അലവൻസ്, ഇതെല്ലാം കൂട്ടിയിട്ടുള്ളതാണ് ഒരാളുടെ ഗ്രോസ് പേ. ഈ ഗ്രോസ് പേ എന്ന് അയാളുടെ ടോട്ടൽ ഡിഡക്ഷൻസ് കുറച്ച് കഴിഞ്ഞാൽ അതാണ് നെറ്റ് സാലറി.
ഈ പേറോൾ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന എക്സൽ ഉപയോഗിക്കുന്ന കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ടൂളുകളാണ് VLOOKUP, അതുപോലെ തന്നെ റൗണ്ട്, ഈ ഫംഗ്ഷനൊക്കെയാണ് നമ്മൾ കോമൺ ആയിട്ട് എക്സലിൽ ഉപയോഗിക്കുന്നത്. ഇത് പേറോളിൻ്റെ ഒരു എക്സാമ്പിളാണ്. ഇതിൻ്റെ എക്സാമ്പിൾ നോക്കിക്കഴിഞ്ഞപ്പോൾ ഒരു എംപ്ലോയി ID, എംപ്ലോയീസിൻ്റെ പേര്, പിന്നെ കമ്പനി അവർക്ക് ഹൗസിംഗ് അലവൻസ് കൊടുക്കുന്നുണ്ടോ ഇല്ലേ, കൊടുക്കുന്നുണ്ടെങ്കിൽ യെസ് എന്നാണ്, കൊടുക്കുന്നില്ലെങ്കിൽ നോ. ബേസിക് സാലറി എത്ര എന്നുള്ളത്, പിന്നെ TA ട്രാൻസ്പോർട്ടേഷൻ അലവൻസ്, സിറ്റി കോമ്പൻസേറ്ററി അലവൻസ്, ഇങ്ങനെ ഓരോ അലവൻസും ആക്കിയിട്ട് അവരെ ഓരോ എംപ്ലോയീസിൻ്റെ ഡീറ്റെയിൽ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈഫ് ഉപയോഗിച്ചുകൊണ്ട് ആദ്യമായിട്ട് നമുക്ക് VLOOKUP നോക്കാം. VLOOKUP എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒരു നമ്മളെ എംപ്ലോയി ID ഉണ്ട്, ഇതവരുടെ കണ്ടോ, ഇതവരുടെ ബേസിക് സാലറിയാണ്. നമുക്ക് ഈ ഒരു ടേബിളിൽ നിന്ന് ഓരോരുത്തരുടെ ബേസിക് സാലറി നോക്കിയെടുക്കുന്നതിന് പകരമായിട്ട് നമ്മൾ എംപ്ലോയി ID സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ബേസിക് സാലറിയുടെ ഓട്ടോമാറ്റിക്കായിട്ട് വരുന്നത് കാണാൻ പറ്റും. ഇതാണ് VLOOKUPൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ നമ്മളിവിടെ 2 കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ആ 2 ആളുടെ ബേസിക് വരും. ഇങ്ങനെ നമുക്ക് ഏതൊക്കെ ഡീറ്റെയിൽസ് ആണോ വേണ്ടത് അത് നമ്മളൊരു ടേബിളിൽ നിന്ന് റിട്രീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് VLOOKUP ഉപയോഗിക്കാൻ പറ്റും. ഇതാണ് VLOOKUPൻ്റെ ഉപയോഗം. അത് പേറോളിലായിക്കോട്ടെ, ഏത് എക്സൽ ഫംഗ്ഷനിലായിക്കോട്ടെ, നമ്മളെ ഒരു വലിയൊരു ഡാറ്റ ടേബിളിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള ഡാറ്റ മാത്രം റിട്രീവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് VLOOKUP ഉപയോഗിക്കുന്നത്. ഇനി റൗണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ ചിലപ്പോൾ അലവൻസോ അല്ലെങ്കിൽ സാലറി എന്തെങ്കിലും കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെ റൗണ്ട് ഫിഗർ ആയിട്ട് വരും. റൗണ്ട് അല്ലാതെ ഇങ്ങനെ ഡെസിമൽ ആയിട്ട് ഒരു പോയിന്റിന് ശേഷം ഒരു നമ്പർ ആയിട്ട് വരും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഈ എമൗണ്ട് നമുക്ക് റൗണ്ട് ചെയ്ത് കണ്ട് ഇതിലിപ്പോൾ പോയിന്റ് ഇല്ല, ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് റൗണ്ട് എന്നുള്ള ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഇവിടെ കണ്ട റൗണ്ട് എന്നുള്ള ഫംഗ്ഷൻ ഉപയോഗിച്ച് റൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വേണ്ട റൗണ്ട് എന്നുള്ള ഫോമുലയാണ് ഉപയോഗിക്കുന്നത്. ഏത് നമ്പറാണെന്ന് കൊടുക്കുക, അതിനുശേഷം എത്ര റൗണ്ട് ചെയ്യണം, അതായത് പോയിന്റിന് ശേഷം എത്ര ഡിജിറ്റ് വേണം എന്നുള്ളതാണ് നമ്മൾ റൗണ്ടിന് ശേഷം കൊടുക്കേണ്ടത്. എനിക്കിപ്പോൾ 2 കൊടുത്തു കഴിഞ്ഞാൽ പോയിന്റിന് ശേഷം 2 ഡിജിറ്റ് വരും. ഇനി ഞാനിവിടെ 0 ആണ് കൊടുത്തത്, ഈ 2ന് പകരം 0 കൊടുത്തു കഴിഞ്ഞാൽ പോയിന്റിന് ശേഷം എനിക്ക് നമ്പേഴ്സ് ഒന്നും വരില്ല. ഇതിനെയാണ് റൗണ്ട് എന്ന് ഉപയോഗിക്കുന്നത്, റൗണ്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ VLOOKUPൻ്റെ ഫോമുല നോക്കിക്കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ നമ്മൾ VLOOKUP ലുക്കപ്പ് വാല്യൂ, ഇതാണ് നമ്മൾ ലുക്കപ്പ് വാല്യൂ. ഈ നമ്പർ വെച്ചിട്ടാണ് നമുക്ക് ലുക്കപ്പ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ വാല്യൂ വെച്ചിട്ടാണ് ചെയ്യേണ്ടത്. ഇനി ടേബിൾ അറേ, ഇതാണ് നമ്മൾ ടേബിൾ അറേ. ഈ ടേബിൾ ഞാൻ മൊത്തമായിട്ട് സെലക്ട് ചെയ്തു. ഇനി അടുത്തതായിട്ട് കോളം ഇൻഡെക്സ് നമ്പർ. കോളം ഇൻഡെക്സ് നമ്പർ എന്ന് പറയുമ്പോൾ നമുക്ക് ഈ കോളത്തിലെ ഏത് ഡേറ്റയാണ് അവിടെ സെലക്ട് ആവേണ്ടത്. അപ്പോൾ നമുക്ക് പേരാണ് വരേണ്ടതെങ്കിൽ ഇത് 2ാമത്തെ കോളാണ്. ഹൗസിംഗ് ഉണ്ടോ ഇല്ലേ അതാണ് വരണമെങ്കിൽ ഇത് 3ാമത്തെ കോളാണ്. എനിക്കിപ്പോൾ പേര് വരണം എന്ന് വിചാരിക്കാം. അപ്പോൾ 1, 2 ഞാൻ 2 ഇവിടെ കൊടുത്തു. അതിനുശേഷം ഇനിയുണ്ട്. ഇനിയിപ്പോൾ ഇവിടെ ഞാൻ ഈ എംപ്ലോയി ID മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ അതിന് അഗൈൻസ്റ്റ് ആ എംപ്ലോയിൻ്റെ പേര് എനിക്കിവിടെ കിട്ടും. ഇതിനാണ് ഇങ്ങനെയാണ് VLOOKUP ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത്. ഇനി അടുത്തായിട്ട് ഈഫ് ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ ഈ ഒരു കേസിൽ നമുക്കിവിടെ ചില ആളുകൾക്കറിയാം നമുക്ക് ഹൗസ് റെൻ്റ് അലവൻസ് കൊടുക്കുന്നുണ്ട്, ചില ആളുകൾക്ക് ഹൗസ് റെൻ്റ് അലവൻസ് കൊടുക്കുന്നില്ല. അപ്പോൾ ഹൗസ് റെൻ്റ് അലവൻസ് കൊടുക്കുന്ന ആളുകളുടെ മാത്രം ഹൗസ് റെൻ്റ് അലവൻസ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ടേബിൾ ഉപയോഗിച്ചുകൊണ്ടുണ്ടാവും. ഇവിടെ ഈഫ് എന്നുള്ള ഫംഗ്ഷനാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഈഫ് ഈ ഒരു വാല്യൂ എസ് ആണെങ്കിൽ, ഈ കോളം എസ് ആണെങ്കിൽ, അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഈ ഒരു ഇതിൻ്റെ 30% ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യണം. ഞാനത് ഫോർമുല ചെയ്തിട്ട് കാണിച്ചു വേണ്ട. ഈഫ് എന്ന് കൊടുത്തു. അതിന് ശേഷം ലോജിക്കൽ ടെസ്റ്റ്, അത് നമ്മൾ ലോജിക്കൽ ടെസ്റ്റാണ് കൊടുക്കുന്നത്. ഈ ഒരു കോളം ഈക്വൽ ടു യെസ്. ഇനി അടുത്തത് വാല്യൂ ഇഫ് ട്രൂ. വാല്യൂ ഈ ഒരു കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ എന്താണ് വാല്യൂ വരേണ്ടത്, അതാണ് നമ്മൾ കൊടുക്കേണ്ടത്. 0.3 നമ്മൾ ഇതിൻ്റെ 30% വേണ്ടത്. അപ്പോൾ 0.3 ഇൻറ്റു ബേസിക്. ഇനി വാല്യൂ ഈ ഫാൾസ്, ഇത് ഫാൾസ് ആണെങ്കിൽ കൊടുക്കേണ്ട വരേണ്ട വാല്യൂ ആണ്. ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഇനി നമുക്ക് ഈ ഫോർമുല ഇങ്ങോട്ട് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര എംപ്ലോയീസ് ഉണ്ടോ അവരുടെ എലിജിബിൾ ആയിട്ടുള്ള ഹൗസിംഗ് അലവൻസ് മാത്രം നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ ലോജിക്കൽ ടെസ്റ്റ് കൊടുത്തു. അതിനുശേഷം വാല്യൂ ട്രൂ ആണെങ്കിൽ എന്ത് റിസൾട്ടാണ് നമുക്ക് വേണ്ടത്, വാല്യൂ ഫാൾസ് ആണെങ്കിൽ എന്ത് റിസൾട്ടാണ് വേണ്ടത്, ഈ 2 കണ്ടീഷനാണ് നമ്മൾ കൊടുത്തത്. ഓക്കെ, നമുക്കടുത്തായിട്ട് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് നോക്കാം. ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മളൊരു പുതിയ പ്രൊജക്റ്റിൽ അല്ലെങ്കിൽ പുതിയ കമ്പനിയൊക്കെ സ്റ്റാർട്ട് ചെയ്യണം. അതായത് ഈ പുതിയ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ
എത്രത്തോളം അതിന് പൊട്ടൻഷ്യൽ ഉണ്ട്, നമുക്ക് റിട്ടേൺ തരാൻ എത്രത്തോളം കഴിവുണ്ട് എന്നുള്ളത് നമ്മൾ മെഷർ ചെയ്യുന്നതിനാണ് ക്യാപിറ്റൽ ബജറ്റിംഗ് എന്ന് പറയാം. അത് ലോങ് ടേം ബജറ്റിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് ഇവാലുവേറ്റ് ചെയ്യുന്നതിനാണ് ക്യാപിറ്റൽ ബജറ്റിംഗ് എന്ന് പറയാം. അതായത് നമ്മളൊരു പുതിയ ഫാക്ടറി പണിയാണ്, അല്ലെങ്കിൽ പുതിയ മെഷീനറി വാങ്ങുകയാണ്, അല്ലെങ്കിൽ നമ്മൾ ടെക്നോളജി അപ്ഗ്രേഡ് ചെയ്യാണ്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും എക്സ്പാൻഷൻ പ്രൊജക്റ്റ് ഉണ്ട്, ഇതിൻ്റെയൊക്കെ എത്രത്തോളം ഫീസിബിലിറ്റി ഉണ്ട്, അല്ലെങ്കിൽ ഇതിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്രത്തോളം റിട്ടേൺ കിട്ടാൻ ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ സക്സസ് ആവാൻ എത്രത്തോളം ചാൻസ് ഉണ്ട്, ഇത് ഇവാലുവേറ്റ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ക്യാപിറ്റൽ ബജറ്റിംഗ് എന്ന് പറയാം. ക്യാപിറ്റൽ ബജറ്റിങ്ങിന് ഉപയോഗിക്കുന്ന 2 മെത്തേഡുകളാണ്. ഒന്ന് NPV, നെറ്റ് പ്രസന്റ് വാല്യൂ, അതുപോലെ തന്നെ IRR, ഇന്റേണൽ റേറ്റ് ഓഫ് റിട്ടേൺ. ഈ 2 മെത്തേഡാണ് ക്യാപിറ്റൽ ബജറ്റിങ്ങിന് ഉപയോഗിക്കുന്നത്. നെറ്റ് പ്രസന്റ് വാല്യൂ എന്ന് പറയുമ്പോൾ നമ്മളൊരു കമ്പനി ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുമ്പോൾ, ഇന്ന് നമ്മളൊരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുകയാണ്, ഒരു 10 ലക്ഷം രൂപ ഇന്ന് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി. നമ്മൾ മെഷർ ചെയ്യുകയാണ് അടുത്ത 5 വർഷത്തേക്ക് ഈ ഒരു ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്ന് എനിക്ക് എത്ര രൂപ ഇൻകായിട്ട് കിട്ടും. ഫോർ എക്സാമ്പിൾ എനിക്ക് 15 ലക്ഷം രൂപ റിട്ടേൺ ആയിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ ഈ ഇൻവെസ്റ്റ്മെൻറ്റ് നമുക്ക് പ്രോഫിറ്റബിൾ ആണ്. അല്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ എനിക്ക് 8 ലക്ഷം രൂപ മാത്രമേ കിട്ടുന്നുള്ളൂ, അടുത്ത 10 വർഷം അല്ലെങ്കിൽ 5 വർഷം കൊണ്ട് 8 ലക്ഷം രൂപ മാത്രമേ ഈ ഒരു അസറ്റിൻ്റെ വാല്യൂവിൽ ലൈഫിൽ നിന്ന് എനിക്ക് റിട്ടേൺ ആയിട്ട് കിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ ഈ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ലോസ് ആണ്, ഇത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ നിൽക്കില്ല. ഈ ഒരു നെറ്റ് പ്രസൻറ്റ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമ്മളൊരു കാര്യം ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്യേണ്ടതുണ്ട്. നമുക്കറിയാം ടൈം വാല്യൂ ഓഫ് മണി എന്നുള്ളൊരു കൺസെപ്റ്റ് ഉണ്ട്. നമുക്ക് ഇന്ന് 1 ലക്ഷം രൂപ കിട്ടുന്ന വാല്യൂ ആയിരിക്കില്ല നമുക്ക് 5 വർഷത്തിന് ശേഷം 1 ലക്ഷം രൂപ കിട്ടുക. നമുക്ക് ഇന്ന് കിട്ടുന്ന അത്ര വാല്യൂ അതിനുണ്ടാവില്ല. ഈ നെറ്റ് പ്രസൻറ്റ് വാല്യൂവിൽ നമ്മൾ ഇൻഫ്ലോ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ടൈം വാല്യൂ ഓഫ് മണിയും കൂടെ നമ്മൾ കൺസിഡർ ചെയ്ത് അതും കൂടെ ഡിസ്കൗണ്ട് ചെയ്തതിന് ശേഷമാണ് നമ്മളെ ടോട്ടൽ ഇൻഫ്ലോ കാൽക്കുലേറ്റ് ചെയ്യുക. നോർമലി നെറ്റ് പ്രസൻറ്റ് വാല്യൂവിൻ്റെ കണ്ടീഷൻസ് എന്താണെന്ന് വെച്ചാൽ, നെറ്റ് പ്രസൻറ്റ് വാല്യൂ പോസിറ്റീവ് ആണെങ്കിൽ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യും, നെഗറ്റീവ് ആണെങ്കിൽ റിജക്റ്റ് ചെയ്യും. ഇതാണ് നോർമലി ഡിസിഷൻ റൂള്. നെറ്റ് പ്രസൻറ്റ് വാല്യൂ പോസിറ്റീവ് ആണെന്ന് പറയുമ്പോൾ നമ്മൾ ഇന്ന് ഇൻവെസ്റ്റ് ചെയ്യുന്നതിനെക്കാട്ടും കൂടുതൽ റിട്ടേൺ നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ നെറ്റ് പ്രസൻറ്റ് വാല്യൂ പോസിറ്റീവ് ആയിരിക്കും. അല്ലെങ്കിൽ ഇന്ന് ഇൻവെസ്റ്റ് ചെയ്യുന്നതിനെക്കാട്ടും കുറവാണ് നമുക്ക് റിട്ടേൺ കിട്ടുന്നതെങ്കിൽ നെറ്റ് പ്രസൻറ്റ് വാല്യൂ നെഗറ്റീവ് ആയിരിക്കും. അവ നെഗറ്റീവ് ആണെങ്കിൽ നമ്മൾ നോർമലി ആ പ്രൊജക്റ്റ് റിജക്റ്റ് ആണ് ചെയ്യുക. ഇനിയൊക്കെ അടുത്തതായിട്ട് ഇന്റേണൽ റേറ്റ് ഓഫ് റിട്ടേൺ. ഇന്റേണൽ റേറ്റ് ഓഫ് റിട്ടേൺ എന്ന് പറയുമ്പോൾ നെറ്റ് പ്രസന്റ് വാല്യൂ പോലെ തന്നെ ക്യാപിറ്റൽ ബജറ്റിംഗിന് ഉപയോഗിക്കുന്ന മറ്റൊരു മെത്തേഡാണ് ഇന്റേണൽ റേറ്റ് ഓഫ് റിട്ടേൺ. ഇന്റേണൽ റേറ്റ് ഓഫ് റിട്ടേൺ എന്ന് പറയുമ്പോൾ നമ്മുടെ ടോട്ടൽ അതൊരു ഡിസ്കൗണ്ട് റേറ്റ് ആണ്, റേറ്റ് ഓഫ് റിട്ടേൺ ആണ്. ടോട്ടൽ നെറ്റ് പ്രസന്റ് വാല്യൂവിന് 0 ആകുന്ന റേറ്റിനെയാണ് നമ്മൾ ഇന്റേണൽ റേറ്റ് ഓഫ് റിട്ടേൺ എന്ന് പറയാം. ഓക്കെ, നമ്മൾ ഇന്റേണൽ റേറ്റ് ഓഫ് റിട്ടേൺ നമ്മളെ ടോട്ടൽ റിക്വയർഡ് റേറ്റ് ഓഫ് റിട്ടേണിനേക്കാൾ കൂടുതലാണെങ്കിൽ നമ്മൾ ആ പ്രൊജക്റ്റ് ആക്സെപ്റ്റ് ചെയ്യും. എന്നാൽ അതിനെക്കാട്ടും കുറവാണെങ്കിൽ ഇന്റേണൽ റേറ്റ് ഓഫ് റിട്ടേൺ നമ്മൾ ആക്ച്വൽ റിട്ടേണിനെക്കാട്ടും അല്ലെങ്കിൽ റിക്വയർഡ് റേറ്റ് ഓഫ് റിട്ടേണിനെക്കാട്ടും കുറവാണെങ്കിൽ നമ്മൾ ആ പ്രൊജക്റ്റ് റിജക്റ്റ് ചെയ്യും. ഇതാണ് ഡിസിഷൻ റൂള്. ഇനി ചില കേസിൽ നെറ്റ് പ്രസന്റ് വാല്യൂവും ഇന്റേണൽ റേറ്റ് ഓഫ് റിട്ടേണും നമുക്ക് 2 റിസൾട്ട് തരാൻ ചാൻസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ നോർമലി സെലക്ട് ചെയ്യുക ഹയർ നെറ്റ് പ്രസന്റ് വാല്യൂ ഉള്ള പ്രൊജക്റ്റാണ് നമ്മൾ നോർമലി സെലക്ട് ചെയ്യുക. ഓക്കെ, അടുത്തതായിട്ട് നമുക്ക് ഈ 2 നെറ്റ് പ്രസന്റ് വാല്യൂവും ഇന്റേണൽ റേറ്റ് ഓഫ് റിട്ടേണും മൈക്രോസോഫ്റ്റ് എക്സൽ എങ്ങനെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. ഞാൻ ഒരു പ്രൊജക്റ്റിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഫയലിൽ. ഇയർ 1 നമ്മൾ ഈ വർഷം 25 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്യാൻ പോവാണ്. നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് മാത്രമേ ഉള്ളൂ, ഇൻഫ്ലോ ഒന്നുമില്ല, ഔട്ട്ഫ്ലോ മാത്രമേ ഉള്ളൂ. 1ാമത്തെ വർഷം നമുക്ക് 6 ലക്ഷം രൂപ തിരിച്ചു കിട്ടും. 2ാമത്തെ വർഷം നമുക്ക് 7 ലക്ഷം രൂപ തിരിച്ചു കിട്ടും. 3ാമത്തെ വർഷം നമുക്ക് 8 ലക്ഷം രൂപ തിരിച്ചു കിട്ടും. 4ാമത്തെ വർഷം നമുക്ക് 9 ലക്ഷം രൂപ തിരിച്ചു കിട്ടും. 5ാമത്തെ വർഷം നമുക്ക് 10 ലക്ഷം രൂപ തിരിച്ചു കിട്ടും. ഇങ്ങനെയാണ് ഈ ഒരു പ്രൊജക്റ്റിൻ്റെ റിട്ടേൺ ഉള്ളത്. നമുക്ക് ടോട്ടൽ തിരിച്ചു കിട്ടുക 4 ലക്ഷം രൂപയാണ് ടൈം വാല്യൂ ഓഫ് മണി കൺസിഡർ ചെയ്യാതെ. ഇനി ഒരു പ്രൊജക്റ്റിന് നെറ്റ് പ്രസൻറ്റ് വാല്യൂ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. നെറ്റ് പ്രസൻറ്റ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് NPV എന്നുള്ള ഫോർമുലയാണ് ഉപയോഗിക്കുന്നത്. ഈക്വൽ ടു NPV. നമ്മൾ റേറ്റാണ് ആദ്യം നമ്മൾ എടുക്കേണ്ടത്, റേറ്റ്. അതിനുശേഷം നമ്മൾ ടോട്ടൽ ഇൻഫ്ലോ വാല്യൂ എടുക്കുക. ഇത് ക്ലോസ് ചെയ്തതിന് ശേഷം നമ്മൾ ഔട്ട്ഫ്ലോ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ഔട്ട്ഫ്ലോ പ്ലസ് ചെയ്ത് കഴിഞ്ഞാൽ ഔട്ട്ഫ്ലോ നമ്മളിവിടെ ഓൾറെഡി മൈനസിലാണ് കൊടുത്തിട്ടുള്ളത്, അവിടെ മൈനസ് ഫിഗർ ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് ഇത് പ്ലസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതാണ് നമ്മളെ നെറ്റ് പ്രസൻറ്റ് വാല്യൂ. അതായത് ഈ ഒരു പ്രൊജക്റ്റിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്താൽ നമ്മളെ ഡിസ്കൗണ്ട് റേറ്റ് 12% ആക്കിയിട്ട് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാലും
നമുക്ക് ഈ ഒരു പ്രൊജക്റ്റിൻ്റെ നെറ്റ് പ്രസൻറ്റ് വാല്യൂ എന്നുള്ളത് 3,02,567 രൂപയാണ് ഈ ഒരു പ്രൊജക്റ്റിൻ്റെ നെറ്റ് പ്രസൻറ്റ് വാല്യൂ എന്നുള്ളത്. ഇനി നമുക്ക് ഈ സെയിം പ്രൊജക്റ്റിനെ തന്നെ ഇൻറ്റേർണൽ റേറ്റ് ഓഫ് റിട്ടേൺ കാൽക്കുലേറ്റ് ചെയ്യാം. ഇൻറ്റേർണൽ റേറ്റ് ഓഫ് റിട്ടേണിൻ്റെ ഫോർമുല ജസ്റ്റ് IRR ഈക്വൽ ടു IRR, അതിനുശേഷം നമ്മൾ ഈ വാല്യൂസ് കംപ്ലീറ്റ് സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. ഈ ഒരു പ്രൊജക്റ്റിൻ്റെ ഇൻറ്റേർണൽ റേറ്റ് ഓഫ് റിട്ടേൺ 16%. അപ്പോൾ ഇങ്ങനെയാണ് നെറ്റ് പ്രസൻറ്റ് വാല്യൂവും ഇൻറ്റേർണൽ റേറ്റ് ഓഫ് റിട്ടേണും എക്സലിൽ കാൽക്കുലേറ്റ് ചെയ്യുക. നമ്മൾ രണ്ട് ഫോർമുല ഉള്ളത്, ഒന്ന് NPV എന്നുള്ള ഫോർമുലയും അതുപോലെ തന്നെ IRR എന്നുള്ള രണ്ട് ഫോർമുലയാണ് നമ്മൾ ഈ ഒരു കാൽക്കുലേഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇനി അടുത്തതായിട്ട് അസറ്റിൻ്റെ ഡിപ്രിസിയേഷൻ അക്കൗണ്ടിങ്ങിന് എങ്ങനെയാണ് എക്സൽ ഉപയോഗിക്കുക എന്നുള്ളതാണ്. നമുക്കറിയാം എന്താണ് അസറ്റിൻ്റെ ഡിപ്രിസിയേഷൻ. അസറ്റിൻ്റെ ഡിപ്രിസിയേഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാൻ പറ്റും, നമ്മളൊരു അസറ്റിൽ നിന്ന് വാങ്ങിക്കഴിഞ്ഞാൽ, ഒരു വെഹിക്കിളിൽ നിന്ന് വാങ്ങിക്കഴിഞ്ഞാൽ ഓരോ വർഷവും അതിൻ്റെ വാല്യൂ കുറഞ്ഞുകൊണ്ടിരിക്കും. ഇതിനാണ് ഡിപ്രിസിയേഷൻ എന്ന് പറയാം. ഫോർ എക്സാമ്പിൾ നമ്മളൊരു മെഷീനറി, വെഹിക്കിള്, ബിൽഡിങ്, എക്യുപ്മെൻ്റ് ഒക്കെ വാങ്ങിക്കഴിഞ്ഞാൽ ഓരോ വർഷവും അതിൻ്റെ മാർക്കറ്റ് വാല്യൂ ഇങ്ങനെ കുറഞ്ഞുകൊണ്ട് വന്നിരിക്കും. ഇതിനാണ് അസറ്റിൻ്റെ ഡിപ്രിസിയേഷൻ എന്ന് പറയാം. ഈ അസറ്റിൻ്റെ ഡിപ്രിസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എക്സൽ ഉപയോഗിക്കാൻ പറ്റും. അസറ്റിൻ്റെ ഡിപ്രിസിയേഷൻ നമ്മൾ നോർമലി പല രീതിയിൽ കാൽക്കുലേറ്റ് ചെയ്യും. നമുക്കിവിടെ പഠിക്കാനുള്ളത് രണ്ട് രീതിയാണ്. ഒന്ന് സ്ട്രൈറ്റ് ലൈൻ മെത്തേഡും അതുപോലെ തന്നെ ഡബിൾ ഡിക്ലൈനിങ് ബാലൻസ് മെത്തേഡുമാണ് അസറ്റിൻ്റെ ഡിപ്രിസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള രണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെത്തേഡുകൾ. സ്ട്രൈറ്റ് ലൈൻ മെത്തേഡ് എന്ന് പറയുമ്പോൾ, ഫോർ എക്സാമ്പിൾ ഒരു അസറ്റ്, നമ്മൾ 1,00,000 രൂപ കൊടുത്തൊരു അസറ്റ് വാങ്ങി 10 വർഷം നമ്മൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഓരോ വർഷവും 10,000 രൂപ വെച്ച് നമ്മൾ ഡിപ്രിസിയേഷൻ കണക്കാക്കി. ഇതാണ് സ്ട്രൈറ്റ് ലൈൻ ഡിപ്രിസിയേഷൻ. എന്നാൽ ഡബിൾ ഡിക്ലൈനിങ് ബാലൻസ് എന്ന് പറയുമ്പോൾ, അപ്പോൾ നമ്മളൊരു വെഹിക്കിളൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ആദ്യത്തെ വർഷം നമ്മളെ ഡിപ്രിസിയേഷൻ കൂടുതലായിരിക്കും, രണ്ടാമത്തെ വർഷം അതിനെക്കാട്ടും കുറവായിരിക്കും, മൂന്നാമത്തെ വർഷം അതിനെക്കാട്ടും കുറവായിരിക്കും. ഇങ്ങനെയായിരിക്കും നമ്മുടെ ഡിപ്രിസിയേഷൻ ഉണ്ടാവുക. അപ്പോൾ ഈ ഒരു കൺസിഡർ ചെയ്ത് ആദ്യത്തെ വർഷം കൂടുതൽ ഡിപ്രിസിയേഷൻ അലോക്കേറ്റ് ചെയ്യുന്ന മെത്തേഡാണ് ഡബിൾ ഡിക്ലൈനിങ് ഡിപ്രിസിയേഷൻ മെത്തേഡ്. ഓക്കെ, ഇതിൻ്റെ രണ്ടിനും ജസ്റ്റ് ഒരു കമ്പാരിസൺ ആണ്. ഒന്ന് ഇത് സ്ട്രൈറ്റ് ലൈൻ മെത്തേഡും ഡബിൾ ഡിക്ലൈനിങ് ബാലൻസും. സ്ട്രൈറ്റ് ലൈൻ മെത്തേഡിൽ ഡിപ്രിസിയേഷൻ എമൗണ്ട് എല്ലാ വർഷവും ഈക്വൽ ആയിരിക്കും. എന്നാൽ ഡബിൾ ഡിക്ലൈനിങ് ബാലൻസിൽ ഇനീഷ്യലി ഫസ്റ്റ് പീരീഡിൽ ഡിപ്രിസിയേഷൻ എമൗണ്ട് കൂടുതലായിരിക്കും. സ്ട്രൈറ്റ് ലൈൻ മെത്തേഡ് കാൽക്കുലേറ്റ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. എന്നാൽ ഡബിൾ ഡിക്ലൈനിങ് ബാലൻസ് കാൽക്കുലേറ്റ് ചെയ്യാൻ കുറച്ച് കോംപ്ലക്സ് ആണ്. ഇനി സ്ട്രൈറ്റ് ലൈൻ ഡിപ്രിസിയേഷൻ മെത്തേഡ് ഉപയോഗിക്കുന്നത് ജനറൽ അസറ്റുകളുടെ ഡിപ്രിസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സ്ട്രൈറ്റ് ലൈൻ ഉപയോഗിക്കുന്നത്. എന്നാൽ ടെക്നോളജിക്കലായിട്ടുള്ള അല്ലെങ്കിൽ മെഷീനറി ഒക്കെ ഡിപ്രിസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നോർമലി ഡബിൾ ഡിക്ലൈനിങ് ബാലൻസ് ആണ് ഉപയോഗിക്കുക. കാരണം നമ്മളൊരു ടെക്നോളജി അല്ലെങ്കിൽ മെഷീനറി ഒക്കെ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യത്തെ വർഷമായിരിക്കും ഏറ്റവും കൂടുതൽ ഡിപ്രിസിയേഷൻ ഉണ്ടാവുക. ഓക്കെ, ഇനി അടുത്തതായിട്ട് ഈ രണ്ട് കാൽക്കുലേഷൻ നമുക്ക് എങ്ങനെയാണ് എക്സൽ ചെയ്യാന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്. ഒരു അസറ്റിൻ്റെ ഡീറ്റെയിൽ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ കോസ്റ്റ് ഓഫ് അസറ്റ് 5,00,000 രൂപയാണ് നമുക്ക് ടോട്ടൽ കോസ്റ്റ് വന്നിട്ടുള്ളത്. ഇനി സാൽവേജ് വാല്യൂ എന്ന് പറയുമ്പോൾ ഈ അസറ്റിൻ്റെ യൂസ്ഫുൾ ലൈഫ് 5 വർഷമാണ്. ഈ 5 വർഷം ഈ അസറ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ അസറ്റ് നമുക്ക് 50,000 രൂപക്ക് വിൽക്കാൻ പറ്റും. ഈ വാല്യൂവിനെയാണ് സാൽവേജ് വാല്യൂ എന്ന് നമ്മൾ പറയാം. അപ്പോൾ നമുക്ക് ഡിപ്രിസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്ര ഡീറ്റെയിൽ ആണ് വേണ്ടത്. ഒന്ന് കോസ്റ്റ് ഓഫ് അസറ്റിൻ്റെ കോസ്റ്റ് എത്ര എന്നുള്ളത്, സാൽവേജ് വാല്യൂ എത്ര എന്നുള്ളത്, അതായത് ഈ 5 വർഷം അല്ലെങ്കിൽ അസറ്റിൻ്റെ യൂസ്ഫുൾ ലൈഫ് കഴിഞ്ഞതിന് ശേഷം ആ അസറ്റ് നമുക്ക് എത്ര രൂപക്ക് വിൽക്കാൻ പറ്റും, അതാണ് സാൽവേജ് വാല്യൂ. ഇനി യൂസ്ഫുൾ ലൈഫ് 5 വർഷം നമുക്ക് ഈ അസറ്റ് യൂസ് ചെയ്യാൻ പറ്റും. സ്ട്രൈറ്റ് ലൈൻ ഡിപ്രിസിയേഷൻ വളരെ ഈസിയാണ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി. ഈക്വൽ ടു SLN, അതാണ് സ്ട്രൈറ്റ് ലൈൻ ഡിപ്രിസിയേഷൻ്റെ ഫോർമുല. കോസ്റ്റ്, ആദ്യം നമ്മൾ കോസ്റ്റ് കൊടുക്കുക, പിന്നെ സാൽവേജ് കൊടുക്കുക, പിന്നെ അതിന് ശേഷം യൂസ്ഫുൾ ലൈഫ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഓരോ വർഷത്തെയും ഡിപ്രിസിയേഷൻ എമൗണ്ട് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഈ ഒരു അസറ്റിന് 90,000 രൂപയാണ് ഓരോ വർഷവും ഡിപ്രിസിയേഷനായിട്ട് വരിക. ഇത് സ്ട്രൈറ്റ് ലൈൻ്റെ എക്സാമ്പിളാണ്. ഇനി ഡബിൾ ഡിക്ലൈനിങ് ബാലൻസിൻ്റെ ഫോർമുല DB എന്നുള്ളതാണ്. കണ്ടോ, ഈ ഒരു ഫോർമുലയാണ് ഉപയോഗിക്കുക, DB. അതിനുശേഷം നമ്മൾ ആദ്യം കോസ്റ്റ് എടുക്കും, എന്നിട്ട് സാൽവേജ് വാല്യൂ, അതിനുശേഷം ലൈഫ് പീരീഡ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓരോ പീരീഡിലെയും അല്ലെങ്കിൽ ഓരോ വർഷത്തെയും ഡിപ്രിസിയേഷൻ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഡബിൾ ഡിക്ലൈനിങ്ങിൽ നമുക്ക് ഡിപ്രിസിയേഷൻ എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈക്വൽ ടു DB എന്നുള്ള ഫോർമുലയാണ് ഉപയോഗിക്കുന്നത്, അതായത് ഡബിൾ ഡിക്ലൈനിങ് ബാലൻസ്. അതിനുശേഷം നമ്മൾ കോസ്റ്റ് സെലക്ട് ചെയ്യുക, കോമ, സാൾവേജ് വാല്യൂ സെലക്ട് ചെയ്യുക, കോമ, ലൈഫ് എത്ര എന്നുള്ളത് സെലക്ട് ചെയ്യുക, കോമ, അതിന് ശേഷം പീരീഡ്, ഇപ്പോൾ 1ാമത്തെ വർഷത്തേക്ക് എത്ര എന്നുള്ളതിന് ശേഷം കോമ അടിച്ച് നമ്മൾ എൻ്റർ അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് 1ാമത്തെ വർഷത്തേക്കുള്ള ഡിപ്രിസിയേഷൻ കിട്ടി.
ഇനി ഇതുപോലത്തെ രണ്ടാമത്തെ വർഷത്തേക്ക് നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ സെയിം ഫോമുല തന്നെ ഇവിടെ പേസ്റ്റ് ചെയ്യുക. അതിന് ശേഷം ഇവിടെ ഇത് B10 രണ്ടാമത്തെ വർഷമായി കൊടുത്തു കഴിഞ്ഞാൽ രണ്ടാമത്തെ വർഷത്തേക്കുള്ള ഡിപ്രിസിയേഷൻ കിട്ടും. ഇങ്ങനെ നമുക്ക് ഓരോ വർഷത്തെയും ഡിപ്രിസിയേഷൻ ഈ ഒരു ഫോമുല ഉപയോഗിച്ചുകൊണ്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ രണ്ട് മെത്തേഡുകളാണ് നമ്മൾ പഠിച്ചത്. ഒന്ന് സ്ട്രൈറ്റ് ലൈൻ മെത്തേഡും ഡബിൾ ഡിക്ലൈനിങ് ബാലൻസ് മെത്തേഡുമാണ് ഡിപ്രിസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ പഠിച്ചത്. അതിൻ്റെ കൂടെ തന്നെ അത് എങ്ങനെയാണ് എക്സലിൽ ചെയ്യുക എന്നുള്ളതാണ് മനസ്സിലാക്കിയത്. ഇനി ബിസിനസ് സ്പ്രെഡ്ഷീറ്റിൻ്റെ അപ്ലിക്കേഷൻസ് നോക്കടുത്തതായിട്ട് അടുത്ത ഭാഗത്തേക്ക് പോകണം. ലോൺ മാനേജ് ചെയ്യാൻ, ലീസ് അനാലിസിസ് ചെയ്യാൻ, പേറോൾ പ്രോസസ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അനാലിസിസ്, ക്യാപിറ്റൽ ബജറ്റിംഗ്, ഇൻവെസ്റ്റ്മെൻറ്റ് ഇവാലുവേഷൻ, അസറ്റ് മാനേജ്മെൻറ്റ്, ഫൈനാൻഷ്യൽ റിപ്പോർട്ടിംഗ് ഒക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. ഓക്കെ, നമ്മൾ ഈ ഒരു ചാപ്റ്റർ വൈൻഡപ്പ് ചെയ്യുന്നതിന് മുന്നായിട്ട് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത സമ്മറി നോക്കാം. ബിസിനസ് സ്പ്രെഡ്ഷീറ്റ് നമ്മൾ ഫൈനാൻഷ്യൽ കാൽക്കുലേഷൻസ് ഓട്ടോമേറ്റ് ചെയ്യാനും അതുപോലെ തന്നെ ഡിസിഷൻ മേക്കിംഗ് ഇംപ്രൂവ് ചെയ്യാനും വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ലോൺ റീപേയ്മെൻറ്റ് ഷെഡ്യൂൾ നമ്മൾ എന്തിനാണ് ഉപയോഗിക്കുന്നത്? നമ്മളെ പ്രിൻസിപ്പൽ എമൗണ്ട് ട്രാക്ക് ചെയ്യാനും അതുപോലെ തന്നെ നമ്മൾ ഓരോ വർഷവും അല്ലെങ്കിൽ ഓരോ മാസവും എത്രയാണ് റീപേയ്മെൻറ്റ് കൊടുക്കേണ്ടത് അത് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ലോൺ റീപേയ്മെൻറ്റ് ഷെഡ്യൂൾ ഉപയോഗിക്കുന്നത്. PMT എന്നുള്ള ഫോമുല നമ്മൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മളൊരു പെർട്ടിക്കുലർ ലോണിൽ നമ്മൾ ഓരോ മാസവും എത്രത്തോളം റീപേയ്മെൻറ്റ് നടത്തേണ്ടതുണ്ട് അത് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് PMT എന്നുള്ള ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത്. പിന്നെ ഒരു ലോൺ റീപേയ്മെൻറ്റിലെ പീരിയോഡിസിറ്റി എന്ന് പറഞ്ഞാൽ ഒരു വർഷത്തിൽ എത്ര പ്രാവശ്യം നമ്മൾ റീപേയ്മെൻറ്റ് നടത്തുന്നുണ്ട് അതാണ് പീരിയോഡിസിറ്റി. അതിനുശേഷം നമ്മൾ റേഷ്യോ അനാലിസിസ് പഠിച്ചു കഴിഞ്ഞു. എന്തൊക്കെയായിരുന്നു? ലിക്വിഡിറ്റി റേഷ്യോ, ലീവറേജ് റേഷ്യോ, പ്രോഫിറ്റബിലിറ്റി ആൻഡ് എഫിഷ്യൻസി റേഷ്യോ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. പിന്നെ കറണ്ട് റേഷ്യോൻ്റെ നോർമൽ ടാർഗറ്റ് 2:1 ആണ്. അതായത് ഒരു കറണ്ട് ലാബിലേക്ക് 2 കറണ്ട് അസറ്റ് എന്നുള്ളതാണ് അതിൻ്റെ നോർമൽ റേഷ്യോ. അതുപോലെ തന്നെ ക്യുക്ക് റേഷ്യോക്ക് ഒരു കറണ്ട് ലാബിലേക്ക് ഒരു ക്യുക്ക് അസറ്റ് എന്നുള്ളതാണ് ക്യുക്ക് റേഷ്യോൻ്റെ ടാർഗറ്റ്. പിന്നെ പേറോൾ പ്രോസസ് ചെയ്യാൻ പേറോളിൻ്റെ ഡീറ്റെയിൽസ് എന്താണെന്നുള്ളത് പഠിച്ചു. പേറോൾ പ്രോസസ്സ് ചെയ്യാൻ എക്സൽ എങ്ങനെ നമുക്ക് ഉപയോഗിക്കാം എന്നുള്ളത് പഠിച്ചു. അതിനുവേണ്ടി നമുക്ക് VLOOKUP, ഈഫ്, റൗണ്ട് ഫങ്ഷൻസ് ഒക്കെ ഓട്ടോമേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ ക്യാപിറ്റൽ ബജറ്റിംഗ് എന്താണെന്നുള്ളത് പഠിച്ചു. അതുപോലെ തന്നെ NPV IRR, നെറ്റ് പ്രസൻറ്റ് വാല്യൂ, ഇൻറ്റേർണൽ റേറ്റ് ഓഫ് റിട്ടേൺ, ഇതെങ്ങനെയാണ് എക്സൽ കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളത് പഠിച്ചു. പിന്നെ ഡിപ്രിസിയേഷൻ, അസറ്റിൻ്റെ ഡിപ്രിസിയേഷൻ, സ്ട്രൈറ്റ് ലൈൻ മെത്തേഡും അതുപോലെ തന്നെ ഡബിൾ ഡിക്ലൈനിങ് ബാലൻസും എന്താണെന്നുള്ളത് മനസ്സിലാക്കി. അതുപോലെ തന്നെ ഇതെങ്ങനെയാണ് എക്സലിൽ കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതുമാണ് മനസ്സിലാക്കിയത്. അവസാനമായിട്ട് സ്പ്രെഡ്ഷീറ്റ് എന്നുള്ളത്, ബിസിനസ് സ്പ്രെഡ്ഷീറ്റ് എന്നുള്ളത് ഫൈനാൻഷ്യൽ പ്ലാനിങ് ആൻഡ് അനാലിസിസിന് വൈഡായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ടൂളാണ്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ കമൻ്റായിട്ട് ചോദിക്കാവുന്നതാണ്. Thank you for watching this video.